വിശദമായ വാർത്തകൾ നോക്കാം. കണ്ണൂരിൽ BLO ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഇന്ന് BLOമാർ ജോലി ബഹിഷ്കരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്കും ജില്ലാ വരണാധികാരികളുടെ ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ചും നടത്തുന്നുണ്ട്. അതേസമയം അനീഷ് ജോർജിന്റെ ആത്മഹത്യയുടെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് സംയുക്ത സമരസമിതി പ്രതികരിച്ചു. SIRുമായി ബന്ധപ്പെട്ട ജോലികളും BLOയുടെ മരണവും തമ്മിൽ ബന്ധമില്ലെന്നാണ് കളക്ടറുടെ വിശദീകരണം. ആത്മഹത്യ ചെയ്ത അനീഷ് ജോർജിന്റെ സംസ്കാരം ഇന്ന് നടക്കും. വിവരങ്ങളുമായി VV അരുണും KV ബൈജുവും ചേർന്നു. ആദ്യം KV ബൈജുവിലേക്ക്. ബൈജു, സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തൊട്ടാകെ BLOമാർ എന്ന പേരിൽ നിയമിതരായ ഇവർ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. അതിലേക്ക് മുഴുവനാണ് ഇന്നലെ അനീഷ് ജോർജിന്റെ ഈ ദാരുണമായ അന്ത്യം ഒരു വെളിച്ചം കടത്തിവിട്ടത്. കുടുംബം അതിൽ രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു ആ ചെറുപ്പക്കാരൻ എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് കണ്ണൂരിൽ നടക്കുന്നത്? ഈ അനീഷിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോഴാണ്? ശ്രീജ, അനീഷിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക് ആണ് നടക്കുന്നത്. പള്ളിമുക്കിലെ ലൂർദ് മാത കത്തോലിക്ക സെമിത്തേരിയിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതിനിടയിലാണ് ഇപ്പോൾ ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതായത് ജോലി സമ്മർദ്ദമല്ല, ജോലി ഭാരമല്ല ഈ അനീഷിന്റെ ഈ ഒരു ആത്മഹത്യക്ക് പിന്നിലെന്ന ആണ് പ്രാഥമികമായുള്ള ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മറ്റ് വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അനീഷിന് ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കുമെന്നാണ് കലക്ടർ വ്യക്തമാക്കുന്നത്. ഇതിൽ കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അത് ഈ കലക്ടറുടെ റിപ്പോർട്ട് പാടെ തള്ളിക്കൂട്ടിപ്പോൾ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നു. അനീഷിന് ജോലി ഭാരം ഉണ്ടായിരുന്നു, അത് കുടുംബത്തോടും സംസാരിച്ചിരുന്നു, അതോടൊപ്പം സുഹൃത്തുക്കളോടും അനീഷ് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ പങ്കുവെച്ചു എന്ന് തന്നെയാണ് കുടുംബം ഇന്നും വ്യക്തമാക്കുന്നത്. അതായത് ഈ 1149 ഫോമുകൾ, 417 വീടുകൾ, ഇങ്ങനെയായിരുന്നു അനീഷിന്റെ ചുമതല. ഇതിൽ 35 വീടുകൾ മാത്രമാണ് അനീഷിന് ബാക്കിയുണ്ടായെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ അനീഷ് തനിക്ക് ജോലി സമ്മർദ്ദം ഉണ്ട് എന്ന് ഇത്തരത്തിൽ BLO മേലുദ്യോഗസ്ഥരോടൊന്നും തന്നെ അറിയിച്ചിട്ടില്ല എന്നും കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ കുടുംബം പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനീഷിന് ഉറക്കമില്ല, അതോടൊപ്പം വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. കാരണം 2 കുട്ടികളുണ്ട്, ആശുപത്രിയിലേക്കും മറ്റും കൊണ്ടുപോകുന്നതിന് പോലും അനീഷിന് സമയമില്ല. മാത്രമല്ല ജോലി നഷ്ടപ്പെടുമോ എന്ന് പോലും അനീഷ് ആശങ്കപ്പെട്ടിട്ടുണ്ട്. ഈ ജോലി മതിയാക്കാൻ പോലും അനീഷിന്റെ കുടുംബം ആവശ്യപ്പെട്ടു എന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ കുടുംബം പ്രതികരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ രാഷ്ട്രീയ വിവാദവും കടന്നുകൂടിയിട്ടുണ്ട്. കാരണം ഏറ്റുകൊടുക്ക CPMന്റെ ശക്തി കേന്ദ്രമാണ്. CPMന്റെ ഭീഷണിയെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലെ ഫോമുമായി പോകുമ്പോൾ കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റ് അനീഷിന് കൂടെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് വലിയ ഭീഷണി അനീഷിന് നേരിടേണ്ടി വന്നു എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഡിജിറ്റൽ തെളിവ് ഇന്ന് കോൺഗ്രസ് ഹാജരാക്കുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത് ഒരു ഭാഗത്ത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള വലിയ ആരോപണം, അതോടൊപ്പം രാഷ്ട്രീയമായ ഒരു വലിയ വിവാദത്തിനും ഇത് തിരികൊളുത്തിയിരിക്കുന്നു. എന്തായാലും ആത്മഹത്യാ കുറിപ്പോ മറ്റോ ഒന്നും കണ്ടെത്താത്ത സ്ഥിതിക്ക് ഇതിൽ വിശദമായ ഒരു അന്വേഷണം വേണം. എന്താണ് യഥാർത്ഥത്തിൽ അനീഷിന് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം? പ്രധാനമായത് തന്നെയാണ് ഇപ്പോഴും അന്വേഷിക്കുന്നത്. ജില്ലാ കലക്ടറും വ്യക്തമാക്കുന്നത് അത് തന്നെയാണ്. കൂടുതൽ അന്വേഷണം ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കുന്നുണ്ട്. ശ്രീജ, ഈ അനീഷ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ തരത്തിലൊരു സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് കുടുംബമടക്കം പറയുന്നത്. 417 വീടുകളിൽ 1149 ഫോം നൽകുക, ആ വിവരങ്ങൾ മുഴുവൻ അപ്ലോഡ് ചെയ്യുക, അതിനുള്ള ഡെഡ് ലൈൻ കൂടെ വന്നതോടെയാണെന്ന് തോന്നുന്നു അനീഷ് ഇത്രയും വലിയ സമ്മർദ്ദത്തിലായത്. സത്യത്തിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇവർക്ക് പലപ്പോഴും ആ മേഖലയിലുള്ള ആളുകളെയൊക്കെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. എത്രമാത്രം ശ്രമകരമായൊരു ദൗത്യമാണ് അനീഷ് ഉൾപ്പെടെയുള്ള ഈ BLOമാർ ഏറ്റെടുത്തിരുന്നത്. ഇപ്പോൾ അനീഷിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇവരൊക്കെ പറയുന്നതനുസരിച്ച് ഈ പ്രശ്നം എവിടെ ചെന്ന് പറയും? ഇപ്പോൾ കളക്ടർ ഒന്നും അറിഞ്ഞില്ല, ജോലിഭാരം ഉണ്ടായിരുന്നതായി പറഞ്ഞില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു ഡെഡ് ലൈൻ കൊടുത്താൽ ആരാണ് ബൈജു ചെന്ന് തിരിച്ച് പരാതി പറയുക? ഇവരുടെയൊക്കെ ധാരണ ഇത് തങ്ങൾ എങ്ങനെയും ജീവൻ പണയപ്പെടുത്തിയാണെങ്കിലും ഇത് ചെയ്തു തീർക്കേണ്ട ഒന്നാണ് എന്നാണല്ലോ ഇവർ കരുതുന്നത്. രാജ്യത്തെ കോടതി ഉൾപ്പെടെ അതാണ് പറഞ്ഞിട്ടുള്ളത്, ഇത് എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ്. അപ്പോൾ ഇവരാരോട് പരാതി പറയുമെന്നാണ് ഈ സർക്കാർ കരുതുന്നത്, അല്ലെങ്കിൽ ഈ വരണാധികാരിയായ കളക്ടർ ഉൾപ്പെടെ കരുതുന്നത്?
ശ്രീജ, ഈ കുടുംബം വ്യക്തമാക്കുന്നത് ഈ കാര്യം 3 തവണ ജില്ലാ കലക്ടറെ അനീഷ് അറിയിച്ചിട്ടുണ്ടെന്നാണ്. അതായത് തന്നെ ഇതിൽ നിന്നും ഒഴിവാക്കണമെന്ന്. തീർച്ചയായും ഇന്നലെ ആയിരുന്നു ഇതിന്റെ അവസാന ദിവസം. 1 മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട പ്രവൃത്തി ഇന്നലത്തോടുകൂടി, അതായത് ഒരാഴ്ചക്കുള്ളിൽ ചെയ്തു തീർക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ അത് മേലുദ്യോഗസ്ഥരോട് നിരന്തരം പറയുന്നതിനും ഇവർക്ക് പരിമിതി ഉണ്ടാകും. അതുതന്നെയായിരിക്കും അനീഷ് ചിന്തിച്ചിട്ടുണ്ടാവുക. കാരണം തന്റെ ജോലി പോലും നഷ്ടപ്പെടുമോ, അതായത് ഈ ജോലി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അത് തന്റെ പ്യൂൺ ജോലിയെ പോലും ബാധിക്കുമോ എന്ന് അനീഷ് ആശങ്കപ്പെട്ടിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കുടുംബം, അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കുടുംബം തന്നെയായിരുന്നു അനീഷിൻ്റെത്. ഈ ജോലി ഉപേക്ഷിക്കാൻ പോലും കുടുംബം ആവശ്യപ്പെട്ടു എന്നാണ് അച്ഛൻ ജോർജ് പറയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനീഷിന് ഉറക്കമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഉറക്കമില്ല. അതോടൊപ്പം ഭക്ഷണം കഴിക്കാത്ത ഒരു സാഹചര്യം, കുട്ടികളെ ആശുപത്രിയിലേക്ക് പോലും കൊണ്ടുപോകാൻ അനീഷിന് കൂടെ പോകാൻ കഴിയാത്ത സാഹചര്യം, അത്തരത്തിൽ വലിയ ജോലി സമ്മർദ്ദം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ, പല ആളുകളോടും ചോദിക്കുമ്പോൾ, സുഹൃത്തുക്കളോട് കുടുംബാംഗങ്ങളോട് ഒക്കെ ചോദിക്കുമ്പോൾ അനീഷിന് അത്തരത്തിൽ വലിയ ജോലി ഭാരം ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ശേഖരിക്കുക മാത്രമല്ല ശ്രീജ, ഇത് അപ്ലോഡ് ചെയ്യണം. ഒരു വീട്ടിൽ 3ഉം 4ഉം തവണ പോകേണ്ടി വരും. കാരണം ഈ വീട്ടിൽ പോകുമ്പോൾ പലപ്പോഴും ആളുകൾ ഉണ്ടാകാറില്ല, പിന്നീട് വീണ്ടും അവിടെ പോകേണ്ട ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇതിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഒക്കെ അനീഷ് ചിന്തിച്ച് ഒരുപക്ഷെ ജോലി പോലും നഷ്ടപ്പെടുമെന്ന ഒരു ആശങ്കയ്ക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കാമോ? അതല്ല, ഇപ്പോൾ കോൺഗ്രസും BJPയും ആരോപിക്കുന്നത് പോലെ ഇതിന് പുറമെ വലിയ തോതിലുള്ള സമ്മർദ്ദം, രാഷ്ട്രീയമായ ഒരു സമ്മർദ്ദം കൂടി ഇതിൽ അനീഷിന് ഉണ്ടായിട്ടുണ്ടോ? അത് വളരെ പ്രധാനമാണ്. ഇത്തരത്തിൽ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ ഇത്തരത്തിൽ സമ്മർദ്ദം ഉണ്ടായോ എന്ന കാര്യം പോലും പക്ഷേ CPM അത് പാടെ നിഷേധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉള്ളതായി അനീഷ് പങ്കുവച്ചിട്ടില്ല, രാഷ്ട്രീയപരമായി പങ്കുവച്ചിട്ടില്ല. പക്ഷേ ഈ കുടുംബവും അത്തരത്തിലുള്ളൊരു ആരോപണം ഏതെങ്കിലും പാർട്ടിക്ക് നേരെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ രാഷ്ട്രീയമായ ഒരു ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായി എന്ന ഒരു സൂചന അവർ നൽകുന്നുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന് അവർ പറയാൻ തയ്യാറാകുന്നില്ല. എന്നാലും ഇതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഇനിയും ഇത്തരത്തിൽ BLOമാരുടെ ജീവൻ, അതിന് ഈ ഒരു സംഭവം കണക്കിലെടുത്തെങ്കിലും ഇതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത്. കണ്ണൂർ DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മാർട്ടിൻ ജോർജ്, വലിയ രീതിയിൽ ഈ ജോലിയുടെ പ്രഷർ ഉണ്ടായിരുന്നു. അത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. 417 വീട്, അവിടെ 1149 ഫോം നൽകി. ആ വിവരങ്ങൾ മുഴുവൻ അപ്ലോഡ് ചെയ്യണം. ഒരു 35 വീടാണ് അനീഷിനെ സംബന്ധിച്ച് ബാക്കിയുണ്ടായിരുന്നത്. പക്ഷേ ഈ ആളുകളെ മുഴുവൻ കണ്ടെത്തി അവരുടെ വിവരങ്ങൾ എടുത്ത് അത് ഒരു സാധാരണ ഒരു മനുഷ്യനെ പറ്റി നമുക്ക് ആലോചിച്ചറിയാം. എല്ലാവരും പ്രഷർ എടുക്കുന്നത് ഒരുപോലെയല്ലല്ലോ. ഇതിനപ്പുറത്ത് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് ആരോപിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഇപ്പോൾ കുടുംബം പറയുന്നത് അവർ ഈ സമയത്ത് ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. രാഷ്ട്രീയമല്ല, അതിനപ്പുറത്ത് ഈ ജോലിയുടെ പ്രശ്നമായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഇതിനകത്ത് ഈ BLOമാർക്ക് വലിയ സമ്മർദ്ദമുണ്ട് എന്നുള്ളത് സത്യമാണ്. അവർ ഇത്രയും പെട്ടെന്ന് ഈ സ്ഥലങ്ങളിലെല്ലാം പോയി വീടുകളിൽ കയറി ഇറങ്ങി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളത് ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. അതിലെല്ലാ BLOമാർക്കും വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഈ അനീഷ് ജോർജിന്റെ കാര്യത്തിൽ അതിലും വ്യത്യസ്തമായ ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവിടെ നിന്നും കിട്ടുന്ന കൃത്യമായ റിപ്പോർട്ടുകൾ. കാരണം ഇതൊരു പാർട്ടി ഗ്രാമമാണ്. അവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വീടുകളും, കാരണം ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ വീടുകളും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വരും. അദ്ദേഹം അങ്ങനെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്ന ഇട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് പരിചയക്കുറവുള്ളതുകൊണ്ട് ഈ സാധാരണ BLOമാര് പോകുമ്പോൾ BLAമാരെ, അത് കോൺഗ്രസിന്റെ ആണെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിന്റെയും BLAമാരെ കൂട്ടിയിട്ട് പോകാം. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? കോൺഗ്രസിന്റെ BLAയും ഉണ്ട്, CPMന്റെ BLAയും ഉണ്ട്. ആ BLAമാരെയും കൂട്ടിയിട്ട് പോയ സമയത്ത് നമ്മുടെ കോൺഗ്രസിന്റെ BLA എന്തിനു കൂട്ടി എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഈ അനീഷിനെ CPMക്കാര് ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു റിപ്പോർട്ട് ആണ് നമുക്ക് കിട്ടുന്നത്.